ഒരു വിവാദത്തിൻ്റെയും ഒരു ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൽ ഇത് മാത്രമാണ്. ഞാൻ ലോക്സഭയിൽ സർക്കാരിൻ്റെ എതിര് പ്രസംഗിച്ച് പറഞ്ഞു റഷ്യ ചെയ്ത പല അപകടങ്ങൾ നമ്മൾ എതിരിക്കായിരുന്നു എന്ന്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? റഷ്യ എതിരിക്കാത്ത കാരണം നമുക്ക് അവരൊപ്പം നല്ല ബന്ധമുണ്ട്, മറ്റേവരൊപ്പം നല്ല ബന്ധമുണ്ട്. പ്രധാനമന്ത്രി 2 രാജ്യത്തും പോയി കെട്ടിപ്പിടിക്കുന്നു. അതുകൊണ്ട് അഥവാ സമാധാനത്തിൽ ഭാരതത്തിന് ആവശ്യപ്പെട്ടാൽ 2 രാജ്യങ്ങളും നമ്മളെ സ്വീകരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അത്രയേ ഉള്ളൂ. ഈ ചർച്ച 5 അന്താരാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പം സമാധാനത്തിനെക്കുറിച്ചും പീസ് കീപ്പിങ്ങിനെ കുറിച്ചുമായിരുന്നു ചർച്ച. ഇത് വേറെ ഒരു രാഷ്ട്രീയത്തിൻ്റെ വിവാദമായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ പീസ് കീപ്പിങ്ങിൽ വരുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഇത് ആരും ഈ വീഡിയോ കണ്ടിട്ടില്ല. അതാണ് ഒരു ഇറിറ്റേഷൻ. ഒരു വാചകം ആൾക്കാർ എടുത്തിട്ട് വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ നോക്കൂ എന്താ ചോദ്യം വന്ന എന്താ മറുപടി ആയിരുന്നു. അപ്പോൾ എനിക്കിതിലൊരു വിവാദം കണ്ടില്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്നെ രാഹുൽ ഗാന്ധി 2 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി സർക്കാരിൻ്റെ പോളിസിയോടൊപ്പം യോജിപ്പുണ്ട്. ആ സമയത്ത് ഞാൻ മാത്രമായിരുന്നു ഒറ്റയ്ക്ക് കോൺഗ്രസ് പാർട്ടി. 2022 എൻ്റെ പ്രസംഗം, ഫെബ്രുവരിയിൽ പാർലമെൻറ്റിൽ. 2023 സെപ്റ്റംബർ ആകുമ്പോഴേക്കും രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഞങ്ങൾക്കൊരു വിരോധമില്ല, സർക്കാരിൻ്റെ പോളിസി തന്നെ കറക്റ്റ്. അപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതിൽ വിവാദം വരാൻ ഒരു ആവശ്യമില്ല. BJP ഇപ്പോൾ വലിയ രീതിയിൽ ആ സാധനം പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഇല്ല, അദ്ദേഹം പറഞ്ഞതിന് ഞാനും പറഞ്ഞത്. അപ്പോൾ എങ്ങനെ തിരിച്ചടിയാവും? ഒന്ന് ഇറങ്ങട്ടെ. താങ്ക്സ്.